ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്കൽ മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വന്നിട്ടുള്ളത് നാടൻ മീൻകറി റെസിപ്പിയുമായിട്ടാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുന്ന ടൈമിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ആ വലിയ ജീരകം ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഒരു 4 ഇല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മതി. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതാക്കി എരിഞ്ഞിട്ട്. നന്നായി ഒന്ന് വാട്ടിയെടുക്കാം നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ വേണ്ടി വരും, നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരു ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്കൊരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ നിറായതിൻ്റെ ശേഷം മാത്രമേ തക്കാളി ഇട്ടെടുക്കാൻ പാടുള്ളൂ. ഇനി ആ പാനൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ തക്കാളി ഇനി വെന്ത് വന്നിട്ടുണ്ട്. വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ടേസ്റ്റിനനുസരിച്ചിട്ടാട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3 കുരു പുളിൻ്റെ വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ മോഡൽ തന്നെ എല്ലാ മീൻ കറിയും വെക്കാം നമുക്ക്. എൻ്റെ കയ്യിൽ ഇവിടെ മത്തിയാണുള്ളത്, അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. നമ്മുടെ പാൻ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ കറി നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.